പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 6 വ്യാഴം. പ്രധാന വാർത്തകൾ. നാട്ടിൽ ഭൂമി വിൽക്കേണ്ടി വരുന്ന പ്രവാസികളിൽ നിന്ന് അധിക നികുതി ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ നികുതി പരിഷ്കാരങ്ങളിലാണ് സ്വദേശി പ്രവാസി വിവേചനം കൊണ്ടുവന്നിരിക്കുന്നത്. ടാക്സ് ഇൻഡക്സേഷൻ ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹരായവരെ പറ്റി പറയുന്നിടത്ത് പൗരന്മാർ എന്നതിന്റെ പകരം സ്ഥിരതാമസക്കാർ എന്ന് ഉപയോഗിച്ചതിന്റെ പേരിലാണ് ഈ വിവേചനം നിലനിൽക്കുന്നത്. 2024 ധനകാര്യ ബില്ലിലെ നികുതി പരിഷ്കാരങ്ങൾ പ്രകാരം നാട്ടിലുള്ളവർ പണപ്പെരുപ്പത്തിന്റെ ആനുകൂല്യത്തോടെയാണെങ്കിൽ 20%, ആനുകൂല്യം ഇല്ലാതെയാണെങ്കിൽ 12.5% നികുതി അടയ്ക്കണം. എന്നാൽ പ്രവാസി ഇന്ത്യക്കാർക്ക് നികുതി ആനുകൂല്യം ഇല്ലാതെ തന്നെ 12.5% നികുതി അടയ്ക്കേണ്ടി വരുന്നുവെന്നാണ് പ്രധാന വിവേചനം. ഇതുപ്രകാരം നഷ്ടത്തിനാണ് സ്വത്ത് വിൽക്കുന്നതെങ്കിൽ പോലും നികുതി അടയ്ക്കേണ്ടി വരുന്നു. വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴുമുള്ള വിലയിലെ വ്യത്യാസമുള്ളവർക്ക് തുകയ്ക്ക് മുഴുവനും നികുതി അടയ്ക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം പ്രവാസികൾ ഇന്ത്യയിൽ വസ്തുക്കളിൽ നിക്ഷേപമിറക്കുമ്പോൾ നാട്ടിലുള്ളവരെ പോലെയാണ് പരിഗണിക്കുന്നതെങ്കിലും അത് വിൽക്കുമ്പോൾ പ്രവാസികൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇത്തരം വ്യവസ്ഥകൾ പ്രവാസികളോടുള്ള കടുത്ത വിവേചനങ്ങളുടെ തുടർച്ചയാണെന്നും സ്വദേശത്തുള്ളവരും പ്രവാസികളുമായ എല്ലാ പൗരന്മാരെയും ഒരുപോലെ പരിഗണിക്കണമെന്നും പ്രവാസി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ ഭൂമി ഇടപാട് നടത്തിയ ഘട്ടത്തിൽ വൻതുക നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടി വന്നത് നിരവധി പ്രവാസികൾക്കാണ്. സാധാരണക്കാരായ പ്രവാസികൾ ചെറിയ ഭൂമി ഇടപാടുകൾ നടത്തുമ്പോൾ പോലും വലിയ തുക നികുതി ഇനത്തിൽ മാത്രം നൽകേണ്ടി വരുന്നത് പ്രയാസം സൃഷ്ടിക്കുകയാണ്. നാട്ടിലെ കുതിച്ചുയരുന്ന ഭൂമി വില താങ്ങാനാവാതെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ നികുതി കൂടി അടിച്ചേൽപ്പിച്ച് പ്രവാസികൾക്കുമേലുള്ള പ്രഹരം പുതിയ രൂപത്തിൽ കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ആരോഗ്യ സേവനങ്ങളെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം തേടിയുള്ള സർവേയുടെ 2ാം ഘട്ടത്തിന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം തുടക്കം കുറിച്ചു. ഒമാനിലെ സർക്കാർ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന മെഡിക്കൽ പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ പൊതുജന സംതൃപ്തി വിലയിരുത്തുക എന്നതാണ് സർവേയുടെ ലക്ഷ്യം. സർക്കാർ സേവനങ്ങൾ വിലയിരുത്തുന്നതിലും തീരുമാനമെടുക്കുന്നതിലും സഹായിക്കുന്നതിലും സേവന നിലവാരം ഉയർത്തുന്നതിലും സർവേകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്ഥിതിവിവര കേന്ദ്രം ഇൻഫർമേഷൻ ഡയറക്ടർ ജനറൽ സൂസൻ ബിന്ത് ദാവൂദ് അല്ലവാദി പറഞ്ഞു. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ 3ാമത്തെ ലക്ഷ്യമായ നല്ല ആരോഗ്യവും ക്ഷേമവുമായി ഈ സംരംഭം യോജിക്കുന്നുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കാമെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് അൽ ബൗവിൻ. 2025 ജൂലൈ 31 വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. 7 വർഷത്തിൽ കൂടാതെയുള്ള പിഴകൾ ഒഴിവാക്കി നൽകും. കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും തൊഴിൽ മന്ത്രി പ്രാദേശിക റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യത്തിൽ ജോലി ചെയ്യാനുമുള്ള അവസരം തുറക്കുകയാണ്. അടുത്ത 2 വർഷത്തേക്ക് പെർമിറ്റുകൾ പുതുക്കാൻ കഴിയും. എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും യാത്രാ ടിക്കറ്റ് നൽകാനും സാധിക്കും. നിലവിലുള്ള എല്ലാ പിഴകളും ഫീസുകളും അധിക ബാധ്യതകളും റദ്ദാക്കപ്പെടുമെന്നും ഡോക്ടർ മഹദ് അൽ ബൗവിൻ പറഞ്ഞു. ഒമാനിൽ രജിസ്റ്റർ ചെയ്ത 4 ലക്ഷത്തിൽ അധികം കമ്പനികളിൽ 1,35,000 എണ്ണം യഥാർത്ഥ പ്രവർത്തനങ്ങളില്ലാതെ വാണിജ്യരേഖകൾ മാത്രമാണെന്ന് മന്ത്രി വെളിപ്പെടുത്തി. ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളിൽ ഏകദേശം 2,65,000 എണ്ണം മാത്രമാണ് തൊഴിലാളികളെ നിയമിക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കമ്പനി ലൈസൻസുകളുടെ വിൽപ്പനയും അനധികൃത വ്യാപാരവും ഇടപാടുകളും തടയുന്നതിനാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതെന്നും ഡോക്ടർ മഹദ് അൽ ബൗവിൻ കൂട്ടിച്ചേർത്തു. അതേസമയം രാജ്യത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പിഴകളും കുടിശ്ശികയും ഒഴിവാക്കിയുള്ള തീരുമാനത്തിന് നേരത്തെ മന്ത്രിസഭാ കൗൺസിലും അംഗീകാരം നൽകിയിരുന്നു.
തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. രാജ്യത്തെ തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് 60 ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇതിൽ ഉൾപ്പെടുത്തിയാണ് 7 വർഷം മുമ്പ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിരിക്കുന്നത്. കൂടാതെ 2017 അതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്ന് വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. 10 വർഷമായി പ്രവർത്തനരഹിതമായിരുന്ന ലേബർ കാർഡുകൾ റദ്ദാക്കിയതാണ് മറ്റൊരു സുപ്രധാന നീക്കം. ഈ കാലയളവിൽ കാർഡ് ഉടമകൾ അനുബന്ധ സേവനങ്ങൾക്ക് അപേക്ഷിക്കാത്തതിനാലാണ് റദ്ദാക്കിയിരിക്കുന്നത്. തൊഴിലാളി ഇവിടെ നിന്നും പോകൽ, സേവന കൈമാറ്റം, ഒളിച്ചോടിയ തൊഴിലാളി രജിസ്റ്റർ ചെയ്യൽ എന്നിവ കൊണ്ടായിരുന്നു പുതുക്കാത്തതെങ്കിൽ കാർഡുകൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനികളുടെ തൊഴിലാളികളെ നാടുകടത്തുകയോ അവരുടെ സേവനങ്ങൾ മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്താൽ അവർക്കെതിരായ സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളുമെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും ലേബർ കാർഡുകളുമായി ബന്ധപ്പെട്ട പിഴകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നതിന് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഗ്രേസ് പീരീഡും പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 1 മുതൽ 6 മാസം വരെയാണ് ഗ്രേസ് പീരീഡ്. ലൈസൻസ് പുതുക്കുകയും അടുത്ത കാലയളവിലേക്ക് പുതുക്കൽ തുക നൽകുക, ജോലി ഉപേക്ഷിക്കുന്നതിന്റെ റിപ്പോർട്ട് റദ്ദാക്കുക, തൊഴിലാളിയുടെ സേവനങ്ങൾ കൈമാറ്റം ചെയ്യുക, തൊഴിലാളി രാജ്യത്ത് നിന്ന് അവസാനമായി പുറത്തുകടക്കുമ്പോൾ തൊഴിലുടമ വിമാന ടിക്കറ്റ് നൽകുക എന്നിവ ചെയ്താൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച നടക്കും. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണി വരെ തുടരും. അംബാസിഡർ അമിത് നാരംഗും മറ്റു ഉദ്യോഗസ്ഥരും സംബന്ധിക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാനാകും. മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 98282270 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവരെ ഓപ്പൺ ഹൗസ് സമയത്ത് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ പ്രധാന നഗരമായ നിസ്വയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച മുവാസലാത്ത് ബസ് സർവീസിന് വൻ ഏറ്റെടുപ്പ്. ജനുവരി 31 വരെയുള്ള കാലയളവിൽ 31,306 യാത്രക്കാർ സർവീസുകൾ ഉപയോഗപ്പെടുത്തിയതായി ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. നിസ്വ വിലായത്തിലെ പൊതുഗതാഗത സംവിധാനം നവീകരിക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ബസ് സർവീസ് നടത്തിയിരുന്നത്. അൽവുസ്ത ഗവർണറേറ്റിലെ ദുഖം വിലായത്തിൽ ജ്വല്ലറി കൊള്ളയടിക്കാൻ ശ്രമിച്ച വിദേശി അറസ്റ്റിൽ. ഏഷ്യൻ പൗരനായ പ്രതിയെ സെൻട്രൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് ആണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരുന്നതായും പോലീസ് അറിയിച്ചു. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യവും റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. സുൽത്താനേറ്റിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ഉയർത്തിക്കാട്ടി പൈതൃക ടൂറിസം മന്ത്രാലയം അന്താരാഷ്ട്ര ചാനലായ CNN-ൽ ഡിസ്കവർ ഒമാൻ പ്രൊമോഷണൽ ക്യാമ്പയിൻ ആരംഭിച്ചു. സാഹസിക ആഡംബര ടൂറിസം, പുരാതന ചരിത്രം, സംസ്കാരം എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ വ്യതിരിക്തമായ ടൂറിസം സവിശേഷതകൾ വിശദീകരിക്കാനാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. 3 മാസം വരെയാണ് ക്യാമ്പയിൻ തുടരുക. വരുന്ന റംസാനിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് പൊതുജനങ്ങളെയും സംഘടനകളെയും ക്ഷണിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസ്. രാത്രി 8 മുതൽ 11:30 വരെ ബൗഷറിലെ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.